യേശുവിൽ പ്രിയരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദേവാലയത്തിൽ ദൈവീയ കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുകയും ആത്മാവിൽ വ്യാപൃതനാകുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം. ദേവാലയത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് ഈ രാത്രി നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ശനിയാഴ്ച ദിനം ദേവാലയത്തിൽ വായിച്ചു കേൾക്കുവാൻ പോകുന്ന വചനഭാഗത്തെ ആസ്പദമാക്കിയാണ് വിചിന്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ദേവാലയത്തിന് പുറത്ത് ഉപേക്ഷിക്കുന്നു, നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ കുറ്റപ്പെടുത്തുവാനായിട്ടുള്ള ആ സ്ഥലമല്ല ദേവാലയം. നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. നമ്മുടെ മനോഭാവങ്ങൾ എപ്രകാരമാണ്, അപ്രകാരമാണ് നമ്മുടെ ആരാധനയുടെ അതിൽ ബലം ചൂടി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇന്നത്തെ വചനവായന കടന്നു പോകുമ്പോൾ ഹോശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, ദേവാലയത്തിലേക്ക് നമുക്ക് പോകാമോ, കർത്താവിൻ്റെ ആലയത്തിലേക്ക് മടങ്ങി വരാമോ. കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവാണ് നമ്മളെ പ്രഹരിക്കുന്നതെങ്കിൽ അവിടുന്ന് നമ്മളെ സുഖപ്പെടുത്തും. അവിടുന്നാണ് നമ്മളെ ശാസിക്കുന്നതെങ്കിൽ അവിടുന്ന് നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടും. കാരണം ജീവൻ നൽകുന്നത്, ജീവൻ പുനരുദ്ധരിക്കുന്നത് കർത്താവാണ്. അതുപോലെ ഈ ഒരു ധന്യമായ വചനഭാഗങ്ങൾ, ഈ വചസ്സുകൾ നമ്മളെ നയിക്കട്ടെ. നമ്മൾ ഇനിയും ജീവനുള്ളവരായിട്ട് മാറട്ടെ. ഈ ലോകത്തിന്റെ ജീവന്റെ പുറകെ, ഈ ലോകത്തിന്റെ ആദായ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളോട് കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ കർത്താവ് നൽകുന്ന പുനരുദ്ധാന ജീവൻ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതങ്ങൾ അവിടുന്ന് പുനരുദ്ധരിക്കുകയാണ്. ജോസഫിന്റെ ആട്ടിൻകൂട്ടങ്ങളെ അവിടുന്ന് എപ്രകാരമാണോ പുനരുദ്ധരിക്കുന്നത്, ഇസ്രായേലിനെ പുനരുദ്ധരിക്കുന്നത്, അതുപോലെ തന്നെ കർത്താവ് ഈ കാലഘട്ടങ്ങളിലും കർത്താവിൻ്റെ മക്കളെ അവിടുന്ന് പുനർജീവിപ്പിക്കുന്നു. നമ്മൾ തീർന്നു എന്ന് പറയുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ തുടരുവാനായിട്ടും, നടക്കുവാനായിട്ടും, ഓടുവാനായിട്ടും, പറക്കുവാനായിട്ടും കർത്താവാണ് നമുക്ക് കൃപ നൽകുന്നത്. കർത്താവ് നമുക്ക് ആശ്രയിക്കാം. ഇന്ന് ചുങ്കക്കാരനും ഫരിസേയനും ദേവാലയത്തിൽ എത്തിച്ചേരുന്നുണ്ട്. രണ്ടുപേരുടെയും മനോഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ രണ്ടുപേരുടെയും മനോഭാവങ്ങൾ നമ്മുടെ ഇടയിൽ കടന്നു പോകുന്നതാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ചുങ്കക്കാരൻ തൻ്റെ മാറത്തടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും സാധിക്കാതെ കണ്ണുനീരോടുകൂടെ അവൻ തിരികെ പോയെന്ന് പറയുമ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് പോയെന്നാണ് സുവിശേഷം പറയുന്നത്. എന്നാൽ ഫരിസേയൻ താൻ ചെയ്തുകൊണ്ടിരുന്നതിനെ കുറിച്ച് താനിപ്പോൾ മുമ്പിലായിരിക്കുന്ന ആ ചുങ്കക്കാരനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന കാണുമ്പോഴേക്കും അവന് നീതീകരിക്കപ്പെട്ടവനായിട്ടല്ല സ്വയം വീടുകളിലേക്ക് പോയതെന്നും വചനം നമ്മൾ പറയുന്നു. നമുക്ക് ഈ വചനഭാഗങ്ങൾ കേൾക്കുമ്പോഴേക്കും ഹൃദയം തുറന്ന് കർത്താവിൻ്റെ മുന്നിൽ അനുതാപത്തിൻ്റെ കാലഘട്ടമാണ്, നോയിമ്പിൻ്റെ കാലഘട്ടമാണ്. നമുക്ക് അനുഭവിക്കാം. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ദൈവം കാണുവാനായിട്ട്. ആരെ കാണിച്ചിട്ട് ആരെന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് കാണുന്നു, എല്ലാവരെയും കൂട്ടുന്നു, എല്ലാവരുടെയും കൂടെ ആയിരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ കർത്താവെല്ലാം കാണുന്നു. കർത്താവിൻ്റെ കണ്ണുകൾ ഒരിക്കലും അടയപ്പെടുന്നില്ല. അവിടുന്ന് എല്ലാം സുതാര്യമായി കാണുന്നവനാണ്. കർത്താവിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ എഴുതപ്പെടുത്താം. നല്ല സ്ഥലമാണ് ദേവാലയം. കർത്താവിന് തിരുമുമ്പിലേക്ക് കടന്നു വരുമ്പോഴേക്കും നീ എത്ര വലിയ പ്രഗത്ഭനാണെങ്കിൽ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നീ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് എല്ലാം സുതാര്യമായിട്ട് പകൽ വെളിച്ചം പോലെ അവിടുന്ന് എല്ലാം കാണുന്നവനാണ്. നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തി പശ്ചാത്തലം കർത്താവ് ചെയ്തു പോയി, വീണുപോയി. ആ അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് കർത്താവിൻ്റെ മുമ്പിൽ അനുദപിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിനം നേരുന്നു. നാളത്തെ പ്രഭാതം വളരെ നല്ല ഉന്മേഷത്തോടെ ഉണർന്നു വരുവാനായിട്ട് സ്വർഗപിതാവിൻ്റെ മടിയിൽ രാത്രി കിടന്നുറങ്ങി രാവിലെ ഉണർന്നെഴുന്നേറ്റ് കൂടുതൽ ഉന്മേഷത്തോടെ ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും തകർക്കുവാൻ തക്കവിധം, എല്ലാവിധ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ തക്കവിധം, എല്ലാവിധ കുറ്റാരോപണങ്ങളുടെ എല്ലാവിധ അമ്പുകളെയും പേറുവാൻ നിന്റെ ശരീരത്തെ ശക്തമാക്കും വിധം കർത്താവ് നീ ആശ്രയിക്കുന്നു. നീ ചെയ്യാത്ത തെറ്റുകൾ നിന്നിലേക്ക് പറയപ്പെട്ടേക്കും. പക്ഷെ കർത്താവിനെ ആശ്രയിക്കുക.
എല്ലാം കാണുന്നതിൻ്റെ കണ്ണുകൾ ആർക്കും ഉൾപ്പെടാൻ സാധിക്കില്ല. കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അത് നീ മരിച്ച് നിന്റെ കുഴിയിൽ കിടക്കുമ്പോൾ പോലും കർത്താവിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. കാരണം കർത്താവിൻ്റെ കൈകളിൽ നിന്നും, കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്നും, കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്നും നീ എന്ന നീതിമാൻ മായ്ക്കപ്പെടുന്നില്ല. കർത്താവാണ് നിന്നെ നീതീകരിച്ചത്, മനുഷ്യനല്ല നിന്നെ നീതീകരിച്ചത്. കർത്താവിനെ ആശ്രയിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.